നമസ്കാരം, രാകേഷ് ദ കൺസൾട്ടന്റ്. നമ്മൾ നമ്മുടെ വിജയയാത്രയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോളുകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പേർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക, അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഞാൻ പറയുന്നു, 90% ആളുകളും അത് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ഒന്നുമല്ല, അതിൻ്റെ നേച്ചർ അങ്ങനെയാണ്, നമ്മുടെ പ്രകൃതി അങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. കാരണം എല്ലാവരെയും വളരാൻ പ്രകൃതി ഒരേ സമയം അനുവദിക്കുന്നില്ല. കൂടുതൽ കരുത്തുറ്റ വ്യക്തികളോ മൃഗങ്ങളോ സസ്യങ്ങളോ ഒക്കെയാണ് അതിജീവിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ കരുത്തുറ്റവരാവുക എന്നുള്ളതാണ് അതിനുള്ള മാർഗം. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഗോൾസുകൾ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതാണ് എൻ്റെ സ്വപ്നം, ഇതാണ് എനിക്ക് ആയിത്തീരേണ്ടത്, ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ ഇതാണ് ആയിത്തീരുന്നത് എന്ന രീതിയിൽ ഒരു വലിയ സ്വപ്നം നമുക്ക് കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് നോക്കാം. രാകേഷ് ദ കൺസൾട്ടന്റ്. നമ്മളെ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കാത്തത് എന്തായിരിക്കാം? അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. കംഫർട്ട് സോൺ. കംഫർട്ട് സോൺ കേട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറയാം. കംഫർട്ട് സോൺ. എന്താണ് കംഫർട്ട് സോൺ? നമ്മൾ ഇപ്പോൾ എവിടെയാണോ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ഗുണവും ഇല്ലെങ്കിലും അതേ കണ്ടീഷനിൽ, അതേ ലിവിങ് സിറ്റുവേഷനിൽ തന്നെ തുടർന്ന് കൊണ്ടുപോകാൻ, ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന മനസ്സിൻ്റെ ഒരു മനോഭാവമാണ് യഥാർത്ഥത്തിൽ കംഫർട്ട് സോൺ. കംഫർട്ട് സോണിൽ നമ്മൾ വളരെ സുഖലോലുപരാണ്, നമ്മൾ വളരെയധികം കംഫർട്ടാണ്. എന്തുകൊണ്ട് നമ്മൾ ആ ഒരു അവസ്ഥയെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ കംഫർട്ട് സോണിന് പുറത്തേക്ക് പോകുമ്പോൾ എന്താണ്, നമുക്ക് ഡിസഡ്വാൻറ്റേജസ് വളരെയധികം കൂടുതലാണ്, സ്ട്രഗിൾ കൂടുതലാണ്, നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടങ്ങൾ വളരെയധികം ഉണ്ടാവും. ഇതൊക്കെയാണ് ഒരു കംഫർട്ട് സോൺ ബ്രേക്കിങ്ങിന്റെ അവസ്ഥ. എന്തുകൊണ്ടാണ് കംഫർട്ട് സോൺ നമ്മൾ ഇഷ്ടപ്പെടുന്നത്? ഉത്തരം പുറത്തെവിടെയുമില്ല, ഉത്തരം നമ്മുടെ അകത്ത് തന്നെയാണ്. നമ്മുടെ മനസ്സിന്റെ അല്ലെങ്കിൽ ബ്രെയിനിന്റെ ഒരു ചിന്താരീതി അല്ലെങ്കിൽ ഒരു പ്രവർത്തന രീതി എന്നുള്ളത് മനുഷ്യനെ കംഫർട്ടാക്കി നിലനിർത്തുക, അവന് അനുയോജ്യമായ മേഖലയിൽ നിലനിർത്തുക, അവന്റെ ജീവിതം സുഖലോലഭമായി, എന്ത് മോശം കണ്ടീഷൻ ആണെങ്കിലും അതിനോട് ഇഴുകിച്ചേർന്ന് ജീവിക്കാൻ അവനെ തരപ്പെടുത്തുക എന്നുള്ളതാണ് ബ്രെയിനിന്റെ ഒരു പ്രധാന പ്രവർത്തന മേഖല. ആദിമവാസിയായ മനുഷ്യൻ ഒരു നേരം വേട്ടയാടിയിട്ടാണ് ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ള സമയം ഫുള്ളും റെസ്റ്റിലായിരുന്നു. പിന്നീട് അന്ന് ഗ്രാജുവലായിട്ട് പുരോഗമിച്ചിട്ടാണ് ഇപ്പോഴും എന്തെങ്കിലും ഒരു ജോലി, അതിനേക്കാൾ സാലറി കിട്ടാനുള്ള, അതിനേക്കാൾ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ച് പഠിക്കാനോ അത്തരം ജോലിയോ ഇൻകമോ ലഭിക്കുന്നതിനുള്ള സ്കിൽ ഡെവലപ്മെന്റിന് ശ്രമിക്കുകയോ ചെയ്യാതെ നിരവധി ആളുകൾ ഇന്നും അവരുടെ കംഫർട്ട് സോണിൽ തന്നെ നിലനിൽക്കുകയാണ്. എന്താണോ അവർക്ക് അറിയാവുന്ന സ്കില്ല്, ആ ഒരു സ്കില്ല് കൊണ്ട് മാത്രമാണ് അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് ഈ കാലഘട്ടത്തിനനുസൃതമാണോ, ഈ കാലഘട്ടത്തിനനുസൃതമല്ലേ എന്നുകൂടി പോലും അവിടെ പരിശോധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അപ്പോൾ കംഫർട്ട് സോണിന് യാത്ര നമുക്കൊന്നുകൂടി നോക്കാം. കംഫർട്ട് സോണിന് പുറത്തേക്ക് കടക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉടനെ വരുന്നത് എന്താണ്? നമുക്ക് മനുഷ്യന്റെ ബേസിക് വികാരമായിട്ടുള്ള ഭയമാണ് മനുഷ്യനെ കംഫർട്ട് സോണിന് പുറത്തു കടക്കാൻ സമ്മതിക്കാത്തൊരു കാര്യം. കംഫർട്ട് സോണിന്റെ ഭയമാണ് കംഫർട്ട് സോണിന് പുറത്തേക്ക് കിടക്കുന്നത്. എക്സാമ്പിളായിട്ട് എൻ്റെ എക്സാമ്പിൾ തന്നെ ഞാൻ പറയാം. ഒരു ഫോട്ടോഗ്രാഫി മേഖലയിൽ മാത്രം വിരാജിച്ചിരുന്ന എന്നെ ഞാൻ തന്നെ പ്ലേസ് ചെയ്തു. എനിക്ക് ഇതിൻ്റെ പുറമെ അഡീഷണൽ ഇൻകം വേണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞാൽ മാറ്റം വന്നേക്കാം, എന്നാലും ഇതില്ലെങ്കിലും എനിക്ക് ഇൻകം വരുന്നൊരു മേഖല എനിക്ക് വേണം എന്ന് ഞാൻ തീരുമാനിക്കുന്നു. അത് തീരുമാനിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? എനിക്കാകെ പേടിയാവാൻ തുടങ്ങി.
പുതിയ മേഖലയെക്കുറിച്ച് പേടി വന്നു. ഞാൻ ഇല്ലാതെ അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടാതെ എനിക്ക് എങ്ങനെ ഇൻകം വരും തുടങ്ങിയ തരത്തിലുള്ള പല തരത്തിലുള്ള ഭയം. വീട്ടുകാരെന്ത് പറയും, ഭാര്യ എന്ത് പറയുന്നു, കുട്ടികൾ എന്ത് പറയും, നമ്മുടെ സഹപ്രവർത്തകർ എന്ത് പറയും, ഇവന് ഇതിൻ്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ, മര്യാദയ്ക്ക് നല്ലമാതിരി ഒരു ജോലി ഉണ്ടല്ലോ, നല്ലൊരു പ്രൊഫഷൻ ഉണ്ടല്ലോ, ഇതൊക്കെ വിട്ടിട്ട് ഇങ്ങനെ ഇടങ്ങറായിട്ട് നാട്ടുകാരുടെ മുന്നിൽ കൂടെ ഇങ്ങനെ ഇടങ്ങറായി ജീവിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? മിണ്ടാതെ രാവിലെ വന്ന് സ്റ്റുഡിയോ തുറക്കുക, അവിടെ ഇരുന്നാൽ മതി. എത്രയോ നല്ല അവസരങ്ങൾ ആണത്. മിണ്ടാതെ ഫാൻ ഇട്ടിട്ട്, മിണ്ടാതെ AC ഇട്ട് ഫാൻ ഇട്ട്, മിണ്ടാതെ സിസ്റ്റത്തിന് മുന്നിൽ ഇരുന്നാൽ പോരെ. എന്തിനാണ് ഇത്തരത്തിലുള്ള റിസ്ക് എടുക്കുന്നത്? ഇതാണ് നമ്മളെ പൊതുസമൂഹം നമുക്ക് നൽകുന്ന ഒരു പ്രധാന സന്ദേശം. നമ്മുടെ മനസ്സും ബ്രെയിനും നമ്മളിലേക്ക് നൽകുന്ന ഒരു സന്ദേശം അതാണ്. മനസ്സ് നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത്, ബ്രെയിൻ നമ്മളോട് സംസാരിക്കുന്നില്ല. അതൊരു ഭീരുവിൻ്റെ സ്വരത്തിലായിരിക്കും എപ്പോഴും സംസാരിക്കുക. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മളോട് പറയും, ഇതിൻ്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ, ഇതൊന്നും ശരിയാവില്ല, ഇതൊന്നും ഒരിക്കലും ശരിയാവില്ല, നിനക്ക് വല്ല വട്ടുണ്ടോ, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ ചെയ്താൽ പോരെ. ഇങ്ങനെ നമ്മുടെ മനസ്സ് നമ്മളോട് ഒരു ഭീരുവിനെ പോലെ സംസാരിക്കും. ഈ ഫിയർ സോണിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പുതിയതായിട്ട് എന്തൊക്കെ ചെയ്യാനുണ്ടോ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഭയമായിരിക്കും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന തരത്തിലുള്ള ഭയവുമായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാവുക. അപ്പോൾ ആ ഭയത്തിനെ മറികടക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതലായിട്ട് പുതിയതായ കാര്യങ്ങൾ നിർബന്ധപൂർവ്വം നമ്മൾ കൂടുതലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. റീറൈറ്റ് യുവർ സ്റ്റോറി. ഞാൻ എന്താവണം എന്നുള്ളത് ഞാൻ അന്ന് എഴുതി വെച്ചു. അതിന് എത്രത്തോളം വർക്ക് ചെയ്തു എന്നുള്ളതല്ല, പക്ഷെ അത് എനിക്ക് എന്തായി തീരണം, 2025 എന്തായിരിക്കും ഞാൻ എന്നുള്ളത് കൃത്യമായി ഞാൻ മനസ്സിൽ കണ്ടു. ആ മനസ്സിൽ കണ്ടത് ഒരു പേപ്പറിലേക്ക് മാറ്റാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളതും സ്ട്രോങ്ങുമായിട്ടുള്ള ഒരു ഉപകരണമുണ്ട്. അതെന്താണെന്നറിയാം? പേനയാണത്. കാരണം നമ്മുടെ ബ്രെയിനും കൈയിലെ രേഖകളുമൊക്കെ ഫോം ചെയ്യുന്നത് ഭ്രൂണാവസ്ഥയിലായിരിക്കുമ്പോൾ ഒരേ സമയത്താണ്. ആ കൈ കൊണ്ട് നിങ്ങൾ ഒരു കാര്യം എഴുതി വെച്ചാൽ നമ്മുടെ മനസ്സും കോൺഷ്യസ് മൈൻഡിൽ നിന്നത് മറന്നു പോയാൽ പോലും സബ് മൈൻഡ് അതിനെക്കുറിച്ച് എപ്പോഴും ജാഗരൂകരായിരിക്കും. എപ്പോഴും അതിലേക്ക് എത്താൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും, അതിലോട്ട് എത്താൻ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും. അതാണ് എഴുതുന്നത് കൊണ്ടുള്ള ഗുണം, എഴുത്തിൻ്റെ ഗുണം അതാണ്. ഇനി ഈ ഫിയർ സോണിനെ, ഈ പേടിയെ, പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം അല്ലോ എന്നുള്ള ഈ പേടിയെ നമുക്ക് മറികടക്കാൻ കഴിഞ്ഞാൽ അടുത്തത് എന്താണ് ചെയ്യേണ്ടത്? അതാണ് കുറച്ചുകൂടി സ്ട്രഗിൾ ആയിട്ടുള്ള കാര്യം. അതാണ് ലേണിംഗ് സോൺ. പഠിക്കുക. പുതിയതായിട്ട് ചെന്നുപെടുന്ന മേഖലയെക്കുറിച്ച് എന്താണ് നമുക്ക് അവിടെ നിന്ന് അക്വയർ ചെയ്യാനുള്ളത്, അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും ഓരോ പേജെങ്കിലും വായിക്കുക എന്ന് പറയുന്നത് പോലെ ഈ കംഫർട്ട് സോൺ ബ്രേക്കിങ്ങിന്റെ ഭാഗമായിട്ട് ബുക്ക് റീഡിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളിൽ ഞാൻ പറയാം. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് മെച്ചപ്പെടാനുള്ള അവസരം നമുക്ക് പ്രകൃതി നൽകുന്നുണ്ട്. ആ അവസരങ്ങളെല്ലാം തന്നെ പ്രയോജനപ്പെടുത്തുക. വിജയിക്കണമെന്ന് തീരുമാനമെടുക്കുക. ആ ലേണിംഗ് സോണിൽ നമ്മൾ പഠിക്കുക. ഇപ്പോൾ ആദ്യമായിട്ടൊരു കാർ ഓടിക്കാൻ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച്, ആദ്യമായിട്ടൊരു സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒക്കെ ഭയമായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. എങ്ങനെ ചെയ്യാൻ പറ്റും, വീഴില്ലേ, കൈയൊടിയില്ലേ, കാലൊടിയില്ലേ എന്നൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിക്കുമോ എന്നുള്ള ഭയമായിരിക്കും. നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഇത് പഠിച്ചെടുക്കാൻ പറ്റുന്നു, മനസ്സിലാക്കാൻ പറ്റുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, മനസ്സിൽ ആക്കാൻ പറ്റുന്നു. പഠിക്കുക അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്യുകയല്ല, മനസ്സിലേക്ക് പ്രോഗ്രാം ചെയ്ത് നമ്മുടെ മനസ്സിലേക്ക്, സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് ഇത് പഠിക്കുന്നത്, നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ മുൻപ് സൈക്കിൾ ഓടിക്കുമ്പോൾ
സൈഡിലേക്ക് നോക്കാൻ പറ്റാതെ സംസാരിച്ചു കഴിഞ്ഞാൽ വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിക്കുന്നത്, ക്ലച്ച് ചവിട്ടാൻ മറക്കുന്നത്, ബ്രേക്ക് ചെയ്യാൻ മറക്കുന്നത്, സ്റ്റിയറിംഗ് തിരിക്കാൻ പറ്റാതാവുക, ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഏതൊരാൾക്കും ഒരു വണ്ടി ആദ്യം ഓടിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ട്, നാലുപുറം നോക്കിക്കൊണ്ട്, സംസാരിച്ചുകൊണ്ട്, പാട്ട് കേട്ടുകൊണ്ട് ഒക്കെ ഇന്ന് സൈക്കിളും കാറും വണ്ടിയും ഒക്കെ ഓടിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അത് എന്ത് സംഭവിച്ചു? ഇതിനെ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഉപബോധ മനസ്സിലേക്ക്, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പ്രോഗ്രാം ചെയ്ത് കയറ്റി. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ്, ഇതിനെക്കുറിച്ചൊക്കെ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, വലിയ വലിയ സെഷനുകൾ മുന്നോട്ട് പോകാനുണ്ട്. പക്ഷെ ഇവിടെ നമ്മളിപ്പോൾ പറയുന്നത് ഈ ഫിയർ സോണിലെ നമ്മൾ ലേണിംഗ് സോണാക്കി മാറ്റുന്നു, പഠിക്കുന്നു. പുതിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കൂടുന്നു. നമ്മുടെ കോൺഫിഡൻസ് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ നന്നായിട്ട് അറിയാം, എങ്ങനെ അത് ആളുകളിലേക്ക് ഡെലിവറി ചെയ്യാം എന്നുള്ളതും ആക്കുന്നു. എന്ത് തന്നെയാണെങ്കിലും അവിടെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് പ്രധാനം. കംഫർട്ട് സോണിലെ, ലേണിംഗ് സോണിൽ നമ്മൾ കൂടുതൽ ഡിസ്കംഫർട്ട് ആവാനാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ പുതിയ സ്കില്ലുകൾ, നമുക്ക് ആവശ്യമായിട്ടുള്ള പുതിയ തരത്തിലുള്ള സ്കില്ലുകൾ നമ്മൾ പഠിക്കേണ്ടി വരും. നിരവധി പ്രശ്നങ്ങൾ, നിരവധി ചലഞ്ചസ് നമുക്ക് നേരിടേണ്ടി വരും. നമ്മൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചലഞ്ചസ് ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ നമുക്കത് ഫീൽ ചെയ്യുക. അത്തരത്തിലുള്ള ചലഞ്ചസിനെ നേരിടേണ്ടി വരും. ഉദാഹരണത്തിന് മോർണിംഗ് വാക്കിനെ കുറിച്ച് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കംഫർട്ട് സോൺ എന്താണ്? രാവിലെ പുലർച്ചെ ഒരു 4 മണിക്കോ 5 മണിക്കൊക്കെ നീറ്റ് നടക്കാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഒരു 6 മണിക്ക് മുൻപ് നടക്കാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറയുന്നത്. എന്താണ് അവൻ്റെ കംഫർട്ട് സോണ്? നല്ല സുഖകരമായ കാമായിട്ടുള്ള കണ്ടീഷനാണ്. ഫാൻ ഇട്ട് പുതച്ച് മൂടി കിടക്കാം, ചുരുണ്ട് മൂടി കിടക്കാൻ വേണമെങ്കിൽ. പക്ഷെ അതിൽ നിന്നും മാറി അവൻ ഡെയിലി വാക്കിങ്ങിന് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? അവൻ്റെ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളും ഹെൽത്തി മൈൻഡിൽ ഒക്കെ കുറേ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ആ കിടക്കയിൽ നിന്നും നീക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ആദ്യം തന്നെ ഒരു ഡിസ്കംഫർട്ട് അനുഭവിക്കേണ്ടി വരും. സുഖകരമായ അവസ്ഥയിൽ നിന്ന് എണീക്കുക എന്നുള്ളത്, അതിന് ചിലപ്പോൾ അലാറം സെറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഡ്രസ് ചേഞ്ച് ചെയ്യേണ്ടി വരും. മോർണിംഗ് വാക്കിന് പോകാൻ ഡ്രസ് ചേഞ്ച് ചെയ്യേണ്ടി വരും, ഷൂസ് ഇടേണ്ടി വരും. ഇതൊക്കെ എന്താണ്? നമുക്ക് ഡിസ്കംഫർട്ടാണ്. പക്ഷെ ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ്. ഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ, എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കിടക്കില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡ്രസ്സ് ഇടാം മോർണിംഗ് വാക്കിനുള്ളത്. മോർണിംഗ് വാക്കിനുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും എന്ത് ചെയ്യാം? പോണം എന്നില്ല. പക്ഷെ നമ്മുടെ മോർണിംഗ് വാക്കിൻ്റെ ആ ഷൂസ് കൂടി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പിന്നെ നമുക്ക് പോവാം, സെറ്റായി. വാതിൽ തുറന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ വീടിന് വെളിയിലായി. ഗേറ്റ് കടന്ന് റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴും നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് ചെറുതായി പുറത്ത് കടന്നു. മുന്നോട്ട് നടക്കുക. തണുപ്പുണ്ടാവാം, നായ്ക്കളുണ്ടാവാം, പലതരത്തിലുള്ള ചാലഞ്ചസ് ഉണ്ടാവാം, മഴയുണ്ടാവാം, വെയിലുണ്ടാവാം. എന്തു തന്നെയാണെങ്കിലും ചിലപ്പോൾ ഇരുട്ടായിരിക്കാം, പരിചയക്കാരുണ്ടാവില്ല, ലൈറ്റില്ലാത്ത റോഡായിരിക്കാം. പക്ഷെ ഇതിനൊക്കെ അതിജീവിച്ച് അവൻ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവനിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? അവൻ്റെ ചെറിയ 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 ആക്ഷനിലൂടെ അവൻ്റെ ജീവിതത്തിലെ വലിയ വലിയ മാറ്റങ്ങളിലേക്കുള്ളൊരു തുടക്കം ആയി മാറുകയാണ് യഥാർത്ഥത്തിൽ അവിടെ ആ ഫിയർ സോണിനും ലേണിംഗ് സോണിനും ഇടയിൽ സംഭവിച്ചത്. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പോകേണ്ട മാർഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൽ ഏറ്റവും ലാസ്റ്റ് സോണാണ് ഗ്രോത്ത് സോൺ. ഈ ഗ്രോത്ത് സോണിൽ എന്ത് സംഭവിച്ചു? വീണ്ടും ഞാൻ എൻ്റെ എക്സാമ്പിളിലേക്ക് വരികയാണ്. ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫർ ആയിരുന്ന ഞാൻ എൻ്റെ പ്രവർത്തന മേഖല അല്ലാതെ ഇരുന്ന സാമ്പത്തിക മേഖലയിലേക്ക് വന്നു. ആ സാമ്പത്തിക മേഖലയിൽ ഞാൻ എന്തൊക്കെ പഠിക്കേണ്ടതുണ്ടോ അതൊക്കെ പഠിച്ചു. ബേസിക് നിയമങ്ങളെ കുറിച്ച് പഠിച്ചു. കസ്റ്റമർ എന്നോട് ചോദിക്കാവുന്ന ചോദ്യങ്ങളെ കുറിച്ച് പഠിച്ചു. കസ്റ്റമർ
ആകാൻ സാധ്യതയുള്ള വ്യക്തികളെ ഞാൻ കണ്ടു. അവരുടെ ചോദ്യശരങ്ങൾ ഏറ്റ് ഞാൻ തളർന്നു. ആ ചോദ്യങ്ങളോടൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് ഞാൻ പഠിച്ചു. എന്താണ് യഥാർത്ഥത്തിൽ ഓരോ കസ്റ്റമറും ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് ഞാൻ പഠിച്ചു. അതിന് എങ്ങനെ മറുപടി നൽകണം എന്നുള്ളത് ഞാൻ പഠിച്ചു. ഇതൊക്കെ ഗ്രോത്ത് സോണിന്റെ ഭാഗമാണ്. കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു. ഞാൻ ഒന്നുമല്ലാതിരുന്നൊരു വ്യക്തി എങ്ങനെ ഒരു ഡ്രീമിലേക്ക് നടന്നെടുക്കണം എന്ന് പഠിച്ചു. എങ്ങനെ കൂടുതൽ മോട്ടിവേറ്റഡ് ആവണമെന്ന് പഠിച്ചു. കൂടുതൽ സ്വപ്നങ്ങൾ എന്നിലേക്ക് വന്നു. ഇതൊക്കെ ഗ്രോത്ത് സോണിന്റെ ഭാഗമാണ്. ആ ഗ്രോത്ത് ഈ വ്യക്തി എന്ന ഘടകത്തിൽ മാത്രമല്ല, എൻ്റെ ഇൻകത്തിലും ഗ്രോത്ത് ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെയാണ് കംഫർട്ട് സോണിൽ നിന്നും ഗ്രോത്ത് സോണിലേക്കുള്ള യാത്ര സംഭവിക്കുന്നത്. എനിക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. നിയമങ്ങളെ കുറിച്ച് പഠിച്ചു. ഞാൻ സെല്ല് ചെയ്യുന്ന പ്രോഡക്റ്റിനെ കുറിച്ച് പഠിച്ചു. സെല്ല് ചെയ്യുന്ന പ്രോഡക്റ്റിനെ കുറിച്ച് മാത്രം പഠിച്ച പോരാ, ഇത് ആര് വാങ്ങിക്കുന്നു, ആർക്കൊക്കെ ഇത് ആവശ്യമുണ്ട്, അവരിത് എങ്ങനെ വാങ്ങിക്കും, അവരിത് എന്തുകൊണ്ട് വാങ്ങിക്കും, അവർ ഇത് എന്തുകൊണ്ട് വാങ്ങിക്കുന്നില്ല, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ ഞാൻ ശ്രമിച്ചു. പഠിക്കാൻ ശ്രമിച്ചു എന്നുള്ളതല്ല, നമ്മളെ കൊണ്ട് പ്രകൃതി പഠിപ്പിക്കുന്നതാണ്. നമ്മൾ ആ കാര്യത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന ആദ്യ തടസ്സങ്ങളോടുകൂടിയാണ് പ്രകൃതി നമ്മളെ വളർത്തുക. ആ തടസ്സങ്ങളെ മറികടന്ന് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ പ്രകൃതി കൂടുതൽ അപ്പ് ആൻഡ് ഡൗൺസ് തന്നുകൊണ്ടേയിരിക്കും. ആ അപ്പ് ആൻഡ് ഡൗൺസിനെ നമ്മൾ മറികടക്കാൻ, ആ ഡിസ്കംഫർട്ടിനെ നമ്മൾ മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രകൃതി അതിൻ്റെ കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് പലതരത്തിൽ പല രൂപത്തിൽ തന്നുകൊണ്ടേയിരിക്കും. അതാണ് എന്നിൽ വന്ന മാറ്റത്തിൻ്റെ പ്രധാന ഘടകം. സോ ഡിസ്കംഫർട്ട് ആവുക എന്നുള്ളതാണ് മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഏക ഘടകം. ഈ പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും എല്ലാ സമയത്തും അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ശ്വസിച്ച വായുവല്ല ഒരു അടുത്ത സെക്കൻഡിൽ ശ്വസിക്കുന്നത്. ഇപ്പോൾ കൊണ്ട കാറ്റല്ല നമ്മൾ അടുത്ത നിമിഷം ഏൽക്കുന്നത്. ഇപ്പോൾ കൊണ്ട വെളിച്ചമല്ല, ഇപ്പോൾ കൊണ്ട വെയിലല്ല നമ്മൾ അടുത്ത സെക്കൻഡിൽ ഏൽക്കുന്നത്. ഇപ്പോൾ കഴിച്ച ഫ്രൂട്ടല്ല അടുത്ത സെക്കൻഡിൽ ആ ഒരു ഫ്രൂട്ട് ഉണ്ടാവുന്നത് മരത്തിൽ. നമ്മൾ കാണുന്നതിനോടെല്ലാം പ്രകൃതി മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നു പ്രകൃതിയും ഭൂമിയും പ്രപഞ്ചവും ഒക്കെ. ഇതിനോട് അനുരൂപേണ, ഇതിനോട് ഒത്തുചേർന്ന് പോകാൻ നമ്മൾ പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്കുള്ള പ്രകൃതിയുടെ വളർച്ച സാധ്യമാകുന്നത്. അപ്പോഴാണ് അവന് കംഫർട്ട് സോണിനെ കുറിച്ച് ബോധ്യമുണ്ടാകുന്നത്. ഞാനിവിടെ നിന്നാൽ പോരാ, എനിക്ക് നേടാൻ ഒരുപാടുണ്ട്, വിജയിക്കാൻ ഒരുപാടുണ്ട്, നേടിയെടുക്കാൻ ഒരുപാടുണ്ട് എന്നൊക്കെ ബോധ്യം അവനിലേക്ക് വരുന്നത്. വളരാൻ, മുന്നോട്ട് പോകാൻ, മുന്നോട്ട് കുതിക്കാൻ, മുന്നിലേക്ക് കൈപിടിച്ചുയർത്താൻ, നിരവധി പേരെ പിന്നിൽ നിന്നും മുന്നിലേക്ക് നടത്താൻ നിങ്ങൾ ഒരുക്കമാണെങ്കിൽ നമുക്ക് തുടരാം നമ്മുടെ യാത്ര. രാകേഷ് ദ കൺസൾട്ടന്റ്. See you later.